പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഒരു നൈറ്റ് ക്രീം പറഞ്ഞുതരാം കേട്ടോ. നമുക്കറിയാം ഇപ്പം മിക്ക ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷനാണ്. അപ്പോൾ അതിനൊരു നാച്ചുറലായിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഷാന. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇത് 100% നാച്ചുറലായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള ഒരു ഒരു നൈറ്റ് ക്രീമാണ്. ഇത് നൈറ്റ് മാത്രം യൂസ് ചെയ്ത് വരണം, നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ പറയാറുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് സംഭവം, അതും കൂടെ ഞാൻ ആദ്യം എടുത്ത് പറയാം. ദയവ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക, CTM ചെയ്യുക, സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എൻ്റെ ഏത് വീഡിയോയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറയാറില്ലേ. അപ്പോൾ ഈ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, മാമിൻ്റെ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ CTM എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കെയറിനെ കുറിച്ച് നമുക്കൊരു നോളേജ് കിട്ടി എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നതും എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്, എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. നമുക്ക് ഇതൊക്കെ വന്നിട്ട് നമ്മൾ അതിനെയൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലായോ. അപ്പോൾ അത് പെട്ടെന്നൊന്നും ഇതിപ്പോൾ ഒരുപാട് പേര് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ പല രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടും പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് കാണുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ സെൽസ് അത് നമ്മൾ പ്രോപ്പറായിട്ടല്ലാത്ത ഒരു സ്കിൻ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ സെൽസ് എല്ലാം ഡാമേജ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളവർക്കാണെങ്കിൽ പോലും ഈ വന്നു പോയവരുടെ കാര്യം ഓക്കെ, അവർക്ക് ഇനി കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതൊന്ന് ക്ലിയർ ചെയ്ത് വരാനായിട്ട്. പക്ഷെ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത്. വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, സോപ്പ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മളൊരു ഫേസ് വാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ പ്രൊഡക്റ്റ് നമ്മൾ കറക്റ്റായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് 1-2 പ്രാവശ്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും ക്വാളിറ്റി ഉള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തുക. ആരെങ്കിലും ഗൾഫിൽ നിന്നോ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നോ, യൂറോപ്പിൽ നിന്നോ ഗൾഫിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ക്രീം കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്ത് അത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യരുത്. നമുക്കത് സ്യൂട്ടാണോ എന്ന് നോക്കാൻ പഠിക്കുക, അത് ചിന്തിക്കെങ്കിലും ചെയ്യുക. എല്ലാം ഓക്കെ അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ വൈറ്റനിങ് ക്രീമുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതുപോലെ തന്നെ CC ക്രീം, BB ക്രീം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ, ഫൗണ്ടേഷൻ ഡെയിലി ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ ഞാൻ വാൺ ചെയ്യുവാണ്, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും പണി കിട്ടും കേട്ടോ. ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്താൽ ഇപ്പം അറിയില്ല, ഒരു 40 ഇയേഴ്സൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വലുതായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷനൊക്കെ പോയാലും പിന്നെയും അതുപോലെ കാണുന്നത് എന്താ വെച്ചാൽ ഉള്ളിൽ അത്രമാത്രം നമുക്ക് പ്രശ്നമായി കിടക്കുകയാണ്, സെൽസ് കംപ്ലീറ്റ് ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് എത്ര ഫീൽ ചെയ്തിട്ടും അത് മാറാത്തത്. അപ്പോൾ നിങ്ങളത് ഞാൻ അറിയാൻ വേണ്ടി പറയുവാണ്, അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളുടെ ഫേസ് നമുക്ക് അത്രയും ക്ലിയർ ആയിരിക്കണം, നമ്മളെ കണ്ട നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷെ അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്യുക. നിർബന്ധമായിട്ട് 30 വയസ്സൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ഫോളോ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം അറിയില്ല, 40 ഇയേഴ്സ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പലവരും പറയും, മാം ഞാൻ ഒരു സമയത്ത് വിചാരിച്ചു എൻ്റെ സ്കിൻ ഭയങ്കര അടിപൊളിയാണല്ലോ, എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ ഇപ്പോഴാണ് അത് മനസ്സിലായത്, ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ സ്കിന്നിന് ഇത്രയും പ്രശ്നം വന്നു എന്നൊക്കെ. അപ്പം ഞാനത് ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ വീഡിയോസിലാണെങ്കിൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ ചെയ്യാതെ നിങ്ങൾ എത്ര വലിയ സംഭവമാണ് നിങ്ങളുടെ സ്കിൻ എന്ന് പറഞ്ഞാലും 100 വട്ടം നിങ്ങളുടെ സ്കിൻ പ്രശ്നമാവും. നിങ്ങളത് എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കും കേട്ടോ, അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. അപ്പോൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക. ക്ലെൻസ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. അത് മോർണിംഗ് റൊട്ടീനിൽ അതുപോലെ തന്നെ നൈറ്റ് കെയർ റൊട്ടീനൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. 30 ഇയേഴ്സിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ കേട്ടോ, സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അത് പല ആൾക്കാർക്കും അറിയില്ല നമ്മളുടെ സ്കിൻ എന്താണ്, നമ്മുടെ സ്കിന്നിൽ എന്താണ് പ്രശ്നം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും. ഞാൻ എപ്പോഴും പറയേണ്ടത് സ്കിൻ കെയർ എന്നുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തവർക്ക് നമ്മൾ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. 3 months ഞാൻ പേഴ്സണൽ
ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്കും ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് എടുക്കാം. ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് കേട്ടോ. ഇനി അതൊരു തെറ്റിദ്ധാരണ വരരുത്. കാരണം അത് ആർക്കും അറിയില്ല അത് എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആക്കുക. അപ്പോൾ 5000 റുപ്പീസ് ഞാൻ ഫീസും വെച്ചിട്ടുണ്ട്. അതൊക്കെ തരാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളിതിൽ ജോയിൻ ചെയ്താൽ മതി. 3 മാസത്തിൽ അതായത് നമ്മൾ സ്കിൻ കൺസൾട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞ് പല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമ്മളെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട്. കാരണം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് റൊട്ടീനാണ്, കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യും. 3 മാസത്തെ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിൽ നമ്മുടെ സ്കിൻ നോക്കി, നിങ്ങളുടെ സ്കിന്നിൻ്റെ ഏജ് നോക്കി, സ്കിൻ നോക്കി, അതിനുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഞാൻ കാണിച്ചു തരും. അങ്ങനെ 3 മാസത്തെ സപ്പോർട്ടിലുള്ള നമ്മൾ എന്താ പറയുക, നമ്മളൊരു എവറി 21 ഡേയ്സിൽ നമ്മൾ അപ്ഡേഷൻ എടുത്തുകൊണ്ട്, അതായത് നമ്മൾ വീഡിയോ കോൾ വഴി ആ ഒരു സ്കിൻ്റെ ടെക്സ്ചർ എത്രത്തോളം മാറ്റം വന്നു എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ക്ലിയർ ആക്കാൻ പറ്റും. നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ സ്കിൻ്റെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 മാസത്തെ, ഒരുപാട് പേര് എന്നോട് ചോദിക്കണം 3 മാസത്തെ ക്ലാസ് ആണെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. 3 മാസത്തെ ഗൈഡൻസ് ആണ്. ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നിർബന്ധമേ ഇല്ല. ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ആരെയും ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്തിട്ട് പറയുന്നതല്ല. ഞാനിത് പറയും, നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ഇതിൽ ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് മേടിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യരുത്. പ്രൊഡക്റ്റ് കറക്റ്റായിട്ട് നോക്കി മേടിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് കറക്റ്റ് നോക്കി മേടിച്ച് നിങ്ങളത് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ വരത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള നൈറ്റ് ക്രീം നോക്കാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസ് വേണമെന്നുള്ളവർ നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നൈറ്റ് കെയറിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നൈറ്റ് ക്രീം എങ്ങനെയാണ് നാച്ചുറലായിട്ട് ചെയ്യാം എന്നുള്ളത്. അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു ക്യാരറ്റ് എടുക്കുക. സ്കിൻ നന്നായിട്ട് പീൽ ചെയ്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട്, അതായത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് നമ്മൾ എന്താ പറയുക, ഒരു ക്ലോത്തൊക്കെ വെച്ച് അതായത് എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിക്കകത്ത് ഒഴിച്ചിട്ടോ നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ തോർത്തിലൊക്കെ ആണെങ്കിൽ പിഴിഞ്ഞെടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതെടുക്കുക. നമ്മൾ 1 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. 1 സ്പൂൺ ജ്യൂസ് എടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നമ്മളുടെ അലോവേറ ജെൽ, നമുക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ അലോവേറ ജെൽ എടുക്കുക. അലോവേറ ജെൽ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം കേട്ടോ. ഒരിക്കലും കളർ ആഡ് ചെയ്തിട്ടുള്ള അലോവേറ നമ്മൾ മേടിക്കരുത്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആൽമണ്ട് ഓയിൽ എടുക്കുക. ആൽമണ്ട് ഓയിൽ എടുക്കാം. അതല്ലെങ്കിൽ പംകിൻ സീഡിൻ്റെ ഓയിലുണ്ട്, അതെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒലിവ് ഓയിൽ എടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന്. പക്ഷേ ആൽമണ്ട് ഓയിൽ നല്ലതാണ്, അതുപോലെ പംകിൻ സീഡ് നല്ലതാണ്, അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡിൻ്റെ ഓയിൽ കിട്ടും, അത് നല്ലത്. ഇതിൽ 3 ഏതെങ്കിലും നമ്മൾ പ്രിഫർ ചെയ്യണം കേട്ടോ. ഇതിൽ 3 ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു ഓയിൽ 1 സ്പൂൺ എടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മാത്രം 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ എടുക്കുക. 1/4 ടീസ്പൂൺ. നല്ല ഡ്രൈ സ്കിൻ, ഭയങ്കര ഡ്രൈ ആണെങ്കിൽ 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലിയോ നോർമലോ ഒക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ മാത്രം ഡ്രൈ സ്കിൻ, വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ക്രീമി ടെക്സ്ചറിൽ ഒരു ക്രീമായിട്ട് തന്നെ കിട്ടും. അത് നമ്മൾ ഫേസ് നന്നായിട്ട്, നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് നമ്മളുടെ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാക്സിമം നമ്മളുടെ എന്താ പറയുക, പിഗ്മെൻറ്റേഷൻ ഏരിയയിലെല്ലാം ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഒരു കുറേ ഡേയ്സ് നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ ചെയ്തു വരിക. നല്ല വ്യത്യാസം ഉണ്ടാവും. സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നമുള്ളവർക്ക് സൂപ്പർബായിട്ടുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഹോം മെയ്ഡ് എന്ത് പാക്ക് നമ്മൾ ഇടുമ്പോഴും ഞാൻ പറയാറുണ്ട്, എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ സ്കിൻ കെയർ മറന്നു പോകരുത്. സ്കിൻ കെയർ റൊട്ടീൻ, സ്കിൻ കെയർ ചെയ്യാതെ ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ ഇതൊന്നും ഇല്ലാതെ നമ്മൾ പാക്ക് മാത്രം ഇട്ടത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ കൂടി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി കൂടെ നമ്മൾ ഒന്ന് നോക്കുക, നമ്മളെയും കൂടെ നമുക്ക് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഓക്കെ,
സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞത് നല്ല റിസൾട്ടാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും മെസ്സേജ് ചെയ്യണം, കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ എന്താ പറയുക, ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളുടെ എന്താ പറയുക, കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ ഈ ഗൈഡൻസിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിലും നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.